Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസ് നടക്കാൻ പോവുകയാണ്. പ്രിലിംസ് കഴിഞ്ഞു, റിസൾട്ട് ഏകദേശം ഷോർട്ട് ലിസ്റ്റ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് ശേഷം ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള PSC അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് PSC പരീക്ഷകൾ എഴുതുന്നതും വളരെ സീരിയസ് ആയിട്ട് ഈ വർഷം മുതൽ PSCയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം അവസരങ്ങളാണ് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് PSC ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം 2025 നവംബർ ഡിസംബറോട് കൂടി വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ, ഈ വർഷം അവസാനത്തോടു കൂടി അതിന്റെ വിജ്ഞാപനം വരും. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം ഇതിന് മുൻപ് വന്നത് 30/11/2022 അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് 486/22 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 മെയിൻ ലിസ്റ്റിൽ 770 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടു. 257 പേർക്ക് ഇതോടകം തന്നെ അഡ്വൈസ് പോയി കഴിഞ്ഞു. അതായത് 2024 മാർച്ചിൽ നിയമനം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ 1 വർഷവും 3 മാസവുമാണ് അപ്രോക്സിമേറ്റ്ലി, അല്ലെങ്കിൽ 4 മാസമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ 257 പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. കട്ട് ഓഫ് വന്നിരുന്നത് 57 മാർക്കാണ്. ഇനി നോക്കിക്കേ, 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. സോ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 2027 ഇപ്പോഴേ പരീക്ഷ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കും. ഇവിടെ നമ്മൾ 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ആലോചിക്കേണ്ടത്. അതായത് 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2027 തീരും. സോ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് കൂടുതലുള്ള പരീക്ഷ തന്നെയാണ്. അപ്പോൾ 2026 പരീക്ഷ നടക്കണോ? ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ പ്രിലിംസും, ഇപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതിയ പോലെ തന്നെ ആദ്യ 6 മാസത്തിൽ പ്രിലിംസും പിന്നീട് മെയിൻസും ഒക്കെ ആയിട്ട് 2026 തന്നെ പരീക്ഷ തീരണം. അപ്പോൾ തീർച്ചയായിട്ടും 2025 ഡിസംബറോട് കൂടി വിജ്ഞാപനം വരും. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. 2025 ഡിസംബറോടുകൂടി എല്ലാ വർഷവും ഡിസംബർ 31 അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് PSC അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ക്രൈറ്റീരിയ വെച്ച് അവസരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ ജനുവരിയിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ പേർക്ക് അത് എഴുതാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഏജ് ക്രൈറ്റീരിയ കാരണം ആർക്കും നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിജ്ഞാപനം എപ്പോൾ വരുന്നത്, ഈ ഒരു 2025 ഡിസംബറിൽ തന്നെ വരും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം നമുക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു വിജ്ഞാപനമാണ്. സോ പഠിച്ചു തുടങ്ങുക. ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ്. 1 വർഷവും 4 മാസവും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 257 അഡ്വൈസ് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 വരെയുണ്ട്. സോ നല്ലൊരു നിയമനം തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ലിസ്റ്റ് ഇവിടെ എക്സോസ്റ്റഡ് ആവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും, നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള സ്റ്റഡി ചെയ്യും. പക്ഷേ ഇവിടെ പ്രിലിംസിൽ നമുക്കറിയാം, സെക്രട്ടറി അസിസ്റ്റന്റ് സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേപ്പർ 1 എന്ന് പറയുന്നത്, അതായത് മെയിൻസിലെ പേപ്പർ 1 എന്ന് പറയുന്നത് ഡിഗ്രിയുടെ സിലബസ്, പ്രിലിംസിൻ്റെ സിലബസ് തന്നെയായിരുന്നു. സോ അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ആ ഒരു ഡെപ്തിൽ തന്നെ, അവിടെ ഡെപ്തിനാണ് വ്യത്യാസം അല്ലേ, സിലബസ് പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്കിനേക്കാൾ ഉപരി അവിടെ ഡെപ്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ്, ഇപ്പോൾ ഈ വർഷം നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് വന്നത് എപ്പോഴായിരുന്നു? മെയിൽ എക്സാം നടന്നു, പ്രിലിംസ് നടന്നു. ഇനി അതിനധികം സമയമൊന്നുമില്ല. ഈ അവധികളൊക്കെ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സമയം തീരും. സോ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത്. പഠിച്ചു തുടങ്ങുക. അടുത്ത വിജ്ഞാപനം ഏതാണെന്ന് നമുക്ക് നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നല്ല നിയമനം നടന്ന ഒരു എക്സാം ആണ് അല്ലേ, നല്ല നിയമനം നടന്നതാണ്. 28/2/2022 വിജ്ഞാപനം വന്നത്. 26/22 നോട്ടിഫിക്കേഷൻ നമ്പർ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് വീണ്ടും മാർച്ചിലെ പോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13/3/2024 മെയിൻ ലിസ്റ്റിൽ 3763 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ നോക്കിക്കേ, 1408 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.33 മാത്രമാണ് ഉണ്ടായിരുന്നത്.
ശരിയല്ലേ? സോ ഇത് നോക്കിക്ക് എത്ര വലിയ അവസരം. നിങ്ങൾക്കറിയാം PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു എക്സാം തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ മറക്കരുത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഇനി അതുകൂടാതെ നോക്കിക്കേ, കോർപ്പറേഷൻ അസിസ്റ്റന്റ് വീണ്ടും 30/12/2021 വന്ന വിജ്ഞാപനമാണ്. 653/21 ആയിരുന്നു നോട്ടിഫിക്കേഷൻ നമ്പർ. റാങ്ക് ലിസ്റ്റ് 29/1/2024 അത്യാവശ്യം ഡിലേ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിൽ 1734 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിരുന്നു. അതിൽ 721 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി കഴിഞ്ഞു അല്ലേ? റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പം 1 വർഷവും 6 മാസമേ ആയിട്ടുള്ളൂ. ഓൾറെഡി 721 പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. ഇനി എത്രയും തന്നെ സമയം മുന്നിലുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ ലിസ്റ്റ് അവസാനിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. കട്ട് ഓഫ് 53.67 ആയിരുന്നു. അപ്പം ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം മാക്സിമം വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് ആണ്. അതുപോലും 57 മാർക്കാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ? അടുത്ത വിജ്ഞാപനം എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ നിങ്ങൾക്കറിയാം ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 31/12/2019 അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 497/2019 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023. നോക്കിക്കേ, ഇവിടെ മെയിൻ ലിസ്റ്റിൽ 141 പേരാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. അതിൽ 137 പേർക്ക് ഓപ്പൺ കാറ്റഗറി മാത്രം തന്നെ പോയിട്ടുണ്ട്. അതായത് 141 എത്ര പേർക്കും കൂടി നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഒരുപക്ഷെ കൂടിപ്പോയാൽ 3-4 പേർക്കും കൂടി ജോലി കിട്ടാനുള്ളൂ. ബാക്കി ആ റാങ്ക് ലിസ്റ്റ് അങ്ങ് എക്സ്കോസ്റ്റഡ് ആവാൻ ഇനി അധികം സമയമില്ല. നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റും എല്ലാം കൂടെ കൂട്ടി 158 പേർക്ക് ഓൾറെഡി ജോലി അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നമുക്കറിയാം 141 പേരേ ഉള്ളൂ. സോ വളരെ കുറച്ച് പേർക്ക്, വിരലിലെണ്ണാവുന്ന ആൾക്കാർക്കും കൂടി മാത്രമേ മെയിൻ ലിസ്റ്റിൽ നിന്നും ജോലി കിട്ടാനുള്ള ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ റാങ്ക് ലിസ്റ്റ് 26 വരെയാണ് ടൈം ഉള്ളതെങ്കിൽ പോലും അത് ഇപ്പം തന്നെ എക്സോസ്റ്റഡ് ആവാനാണ് സാധ്യത. കട്ട് ഓഫ് 45 മാർക്ക് മാത്രമാണ്. നമുക്കറിയാം ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കട്ട് ഓഫ് കുറയാറാണ് പതിവ്. സോ 45 മാർക്ക് മാത്രമായിരുന്നു കട്ട് ഓഫ്. സോ ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കൃത്യമായിട്ട് ഇതിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. കാരണം ഇത്രയും അവസരം ഞങ്ങൾക്ക് ചുറ്റിനുമുണ്ട്, അവസരമില്ല എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എക്സാമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആവുക. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് എക്സാംസും നിയമനങ്ങളും ഒക്കെ നടക്കുന്നത്. സോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നമ്മുടെ അസിസ്റ്റന്റ്, അവിടെയും ഈ ഒരു 25/8/2020 ലാസ്റ്റ് വിജ്ഞാപനം വന്നത്. 59/2020 അതിൻ്റെ കാറ്റഗറി നമ്പർ. 8/8/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 970 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പക്ഷെ 36 പേർക്ക് മാത്രമാണ് 9/6/2025 വെച്ച് നോക്കുമ്പോൾ, അതായത് ജൂൺ 9 വെച്ച് നോക്കുമ്പോൾ അഡ്വൈസ് പോയത്. കട്ട് ഓഫ് വളരെ കുറവാണ്, 35 മാർക്കേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് SBCID. ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. 30/4/2025 ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിന് മുൻപത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/6/2023. അപ്പോൾ അതിൽ ഏകദേശം 194 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി കഴിഞ്ഞിട്ടുണ്ട്. 2023 വന്ന വിജ്ഞാപനം 2026 വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. 194 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി കഴിഞ്ഞു. 1028 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നിയമനം നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള അവസരമാണ് പറയുന്നത്. ഇത് കൂടാതെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 2026 നമുക്ക് UPSC വിളിക്കാനുണ്ട്. ഇനി നിങ്ങൾ സെറ്റും അതുപോലെ തന്നെ BEdും ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ വർഷം അവസാനം നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? HSSC വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിജ്ഞാപനങ്ങൾ നമുക്ക് ചുറ്റിനും വരാൻ പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ച് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾക്ക് മുന്നിലുള്ളപ്പം ഇതിന് എല്ലാത്തിനും കൂടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റണം. വേണ്ട, ഏത് പരീക്ഷ വന്നാലും എഴുതാൻ പറ്റണം. ആ രീതിയിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറുടെ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിലേക്ക്
എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ക്ലാസ്സസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നു, നമുക്ക് മുന്നിൽ അവസരങ്ങളുണ്ട്. നമ്മൾ ചുറ്റുപാടൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അവസരങ്ങളില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. PSC ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ റൈറ്റ് ടൈമാണ്, പഠിച്ചു തുടങ്ങും. അവസാനത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങൂ. ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാണത്. സോ ഇങ്ങ് പോകുന്നുള്ള നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസിലോട്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ വിളിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസിൽ കാണാം. മറക്കണ്ട, ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ച് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് ഏത് പരീക്ഷയ്ക്കും തയ്യാറെടുക്കാം CCയോടൊപ്പം. താങ്ക് യു.